ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് നമ്മുടെ ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിരിക്കുകയാണ്. വിത്തിൻ 3 months നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ സാധിച്ചത്. സോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. അപ്പോൾ നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസ്, അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയോട് പറയുന്നത്. ആക്ച്വലി ഇത് നോട്ട് ഓൺലി ഫോർ നഴ്സസ്. ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ എല്ലാ വീഡിയോസും മോസ്റ്റ്ലി റിലേറ്റഡ് ടു നഴ്സിംഗ്സ് അല്ലേ. പക്ഷേ ഇത് ആക്ച്വലി നോട്ട് ഓൺലി ഫോർ നഴ്സസ്, ഫോർ ഓൾ പ്രൊഫഷണൽസ്. അതായത് നമുക്കറിയാം ഏത് പ്രൊഫഷനിൽ പെട്ടവരായിക്കോട്ടെ, ലൈക്ക് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അക്കൗണ്ടൻറ്റ്, ലൈക്ക് നഴ്സസ്, ടീച്ചേഴ്സ്, ആരാണെങ്കിലും നമ്മുടെ ആ ജോലി കിട്ടാനുള്ള മെയിൻ കടമ്പ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇൻ്റർവ്യൂ ആണ് അല്ലേ. അപ്പോൾ ആ ഇൻ്റർവ്യൂ നമുക്ക് ആക്ച്വലി എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നമുക്ക് വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു സമയമാണ് ആ ഒരു 10 to 15 minutes എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം നമ്മൾ നമ്മുടെ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ 100% കൊടുക്കേണ്ട സമയം കൂടിയാണ് ആ ഒരു 10 to 15 minutes എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ഓക്കെ ഇൻ്റർവ്യൂ അല്ലേ, ജസ്റ്റ് ഒന്ന് പോയി അതായത് നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായി ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാം ലൈക്ക് മേ ബി ഒരു 1000 അല്ലെങ്കിൽ ഓക്കെ ഫൈൻ ഒരു 100 ആയിക്കോട്ടെ, 100 പേരെ വെച്ച് അവർക്ക് ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ ആ 100 പേരിൽ നമ്മളാണ് ദ ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നണം അല്ലേ. അതായത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്ക് തോന്നണം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ 100 പേരിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ ഇതാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്കറിയാം കോമ്പറ്റേറ്റീവ് നിറഞ്ഞ ഒരു വേൾഡ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ളവരും അതുപോലെ അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. സോ അതിലും നല്ലത്, അല്ലെങ്കിൽ എൻ്റെ 100% എനിക്ക് കൊടുത്താൽ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ എൻ്റെ ഓരോ ദിവസവും ജോലി ചെയ്യേണ്ട ആ ഒരു സ്ഥാപനം ഇതാണ് എന്ന് നിശ്ചയിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ ആക്ച്വലി നാട്ടിലാണ്. അപ്പോൾ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വൈറ്റ് സൈഡും കൂടി ആയതുകൊണ്ട് വണ്ടി പോകുന്നതോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവാം. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് നാട്ടിലേക്ക് വന്നതിൻ്റെയും അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ 1K സബ്സ്ക്രൈബേഴ്സിലേക്കായി. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് ഇത് തന്നെ. അതായത് ഇൻ്റർവ്യൂവിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ഒരു ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അതായത് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ മോസ്റ്റ് ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അല്ലേ. നിങ്ങളെല്ലാവരും ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. ഇനി ഫസ്റ്റ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും പറയുകയാണ്, അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നാണ്. ആക്ച്വലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണെങ്കിലും ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു 2-3 ഇൻ്റർവ്യൂസിനൊന്നും ഈ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എനിക്കറിയാം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഓക്കെ ഞാൻ ചെല്ലുന്നു, എൻ്റെ പേര് പറയുന്നു, ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയുന്നു, ഓക്കെ ഫൈൻ കഴിഞ്ഞു. പക്ഷേ നമ്മളോട് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് എന്ത് കാരണം കൊണ്ടാണെന്ന്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേര് പറയും, നമ്മുടെ പഠിച്ച കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് പറയും. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ CV യിലുണ്ട്. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അവർ ആ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മളോട് റിപ്പീറ്റ് ചോദിക്കുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ.
അതായത് നമ്മുടെ ആ ഒരു ആൻസർ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ലാംഗ്വേജ് പ്രൊഫഷൻസി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ CV ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി, അതിൽ നിന്ന് മനസ്സിലാക്കാം എൻ്റെ പേര് ഇതാണ്, ഓക്കെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ അവർ ഈ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് കാരണം നമ്മൾ എത്രത്തോളം സ്മാർട്ടായിട്ടാണ് ആ ഒരു ആൻസർ, ആ ഒരു ക്വസ്റ്റ്യനെ നേരിടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കടമ്പ തന്നെയാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായ രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ വേണം പോകാനായിട്ടുള്ളത്. ചെന്നിട്ട് ഓക്കെ മൈ നെയിം ഈസ് ജോസ്ന, അല്ലെങ്കിൽ ഐ സ്റ്റഡിഡ് ഫ്രം ഹിയർ ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ് ഫ്രം ദിസ് ഇയർ ടു ദിസ് ഇയർ എന്ന് പറഞ്ഞാൽ പോരാ. അത് അതിൻ്റേതായ രീതിയിൽ, അതിൻ്റേതായ ഓർഡറിൽ കറക്റ്റായ രീതിയിൽ പറയാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല, വളരെ കൃത്യമായ രീതിയിൽ ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നോക്കിയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്. അതായത് ഇപ്പം ഞാൻ UAE-യിലായതുകൊണ്ട് ഞാൻ അവിടുത്തെയും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നോട്ട് ഓൺലി ഫോർ UAE, ഞാൻ UAE മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ലൈക്ക് കേരളത്തിലാണെങ്കിൽ കൂടിയും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് മെയിൻലി ശ്രദ്ധിക്കണം. നമ്മൾ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡ്യൂട്ടി സമയങ്ങളിൽ നമ്മൾ പോകുന്ന പോലെ ആയിരിക്കരുത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അതായത് എന്താ പറയുക, ഇപ്പോൾ ചിലർ ചുരിദാർ മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്, ഫോർ ലേഡീസ് ഞാൻ പറയുന്നത്. അപ്പോൾ ചുരിദാർ മാത്രം ഇടുന്നവരോട് ഓക്കെ നിങ്ങൾ ജീൻസും ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവർ ചുരിദാർ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വളരെ ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നും ഇട്ടിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരുമാതിരി എന്താ പറയുക, ഇപ്പോഴത്തെ ചില ഷോൾസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര പുതപ്പ് പോലെയൊക്കെയുള്ള ഭയങ്കര ഇങ്ങനെ വിശറി പോലെ കിടക്കുന്ന ടൈപ്പ്, അങ്ങനെയുള്ളതൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവർ ഇതുപോലെ ഫസ്റ്റാണ് നമ്മുടെ UAE-യിലേക്ക് ഇൻ്റർവ്യൂവിന് വന്നു. UAE-യിലേക്ക് ഇൻ്റർവ്യൂ വന്നു, ആൾ വലിയ പതുപ്പ് പോലത്തെ ഷോളും ചുരിദാറും ഒക്കെ ഇട്ടിട്ട് വന്നു. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ വന്നതെന്ന്. അപ്പം അതായത് പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യത്തേക്ക് ആകുമ്പോഴത്തേക്കും അതായത് അവിടെയുള്ളവരെല്ലാം കുറച്ചും കൂടെ മോഡേൺ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചുരിദാറും അല്ലെങ്കിൽ വലിയ പുതപ്പ് പോലെയുള്ള ഷോളും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂ ഡേയിലെങ്കിലും നമ്മൾ അത് കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ചുരിദാർ മാത്രം ഇടുന്നവരാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ ഒരു കുർത്തി ടൈപ്പ് ഇടുക, അതായത് ഇച്ചിരി കോളറൊക്കെ ഉള്ള ടൈപ്പ് കുർത്തി ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം ഇതിൽ ഫോർമൽ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എന്ന് വെച്ചിട്ട് ഭയങ്കര ബ്രൈറ്റ്, ലൈക്ക് എന്താ പറയുക ഭയങ്കര എടുത്ത് നിൽക്കുന്ന പോലത്തെ കളറൊന്നും ഇടാതെ വളരെ നമുക്ക് തന്നെ തോന്നണം ആ ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നും എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള രീതിയിൽ മാത്രം നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് പോവുക. ഇനി ആണുങ്ങളുടെ കാര്യമാണെങ്കിലും എന്താ പറയുക ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് മോസ്റ്റ്ലി ടീഷർട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഷർട്ടാണ് എപ്പോഴും ബെറ്റർ. ഷർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഫോർമൽ ടൈപ്പ് ഓഫ് ഷർട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇന്നും ഇപ്പോഴും ഈ കാര്യത്തിൽ കൂടുതലായ രീതിയിൽ ശ്രദ്ധിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ നോക്കിയത്. അപ്പം ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഫോർമൽ രീതിയിലാണ് ഷർട്ടാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മുടി എപ്പോഴും ടൈ ചെയ്ത് വെക്കുന്നത്, ലൈക്ക് പോണിറ്റെയിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ടൈ ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ നിങ്ങൾ അഴിച്ചിടുവാണെങ്കിൽ തന്നെ മുടി നല്ല ഒതുങ്ങി കിടക്കുന്ന, ലൈക്ക് നമ്മുടെ കെരാറ്റിനൊക്കെ ചെയ്തിട്ടുള്ളവരുടെ പോലെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അഴിച്ചിടുന്നതിൽ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഫോർമൽ രീതി എന്ന് പറയുമ്പോൾ എപ്പോഴും മുടി ടൈ ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് തന്നെ തോന്നണം ഓക്കെ ഫൈൻ, ഞാനിത് ഇട്ടേക്കുന്നത് ഒരു ഫോർമൽ ലുക്കാണ് എന്നുള്ളത്. നമ്മൾ കല്യാണത്തിന് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നത് പോലെയോ ഉള്ള ഒരു ഡ്രസ്സിങ് ആയിരിക്കരുത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് why you are choose this hospital അല്ലെങ്കിൽ why you are choose this organization for your job. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന ഈ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം, അത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്താണ്, നമുക്ക് ഈ വന്നിരിക്കുന്ന ഓർഗനൈസേഷനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അതോ നമ്മൾ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് ഓർത്ത് വന്നിരിക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവർ നമ്മളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമ്മൾ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂ കോൾ വന്നു കഴിയുമ്പോൾ ആ ഒരു സ്പെസിഫിക് ഓർഗനൈസേഷനെ കുറിച്ച്
കറക്റ്റായിട്ടുള്ള രീതിയിലൊരു സ്റ്റഡി നടത്തുക. അതായത് ഏത് ഗൂഗിളിൽ പോയി അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ലൈക്ക് അവരുടെ ഗോൾ എന്താണ്, അവരുടെ മിഷൻ സംഭവങ്ങളെല്ലാം. ഇപ്പോൾ ഹോസ്പിറ്റൽ സൈഡിലാണെങ്കിലും അവരുടെ മിഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാം. ഇനി ഹോസ്പിറ്റലിൽ വിടുക, ബാക്കിയുള്ള ഏതെങ്കിലും കമ്പനീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ആ ഒരു കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക അതിനകത്തൂടെ അവരുടെ എന്താണ് അവരുടെ മെയിൻ ഗോൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ദേ വിൽ ഓൾസോ ഓക്കെ ഫൈൻ, അവർ കുറച്ച് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇയാളെ ചൂസ് ചെയ്താലും ഇയാൾ ഇവിടെ നിന്ന് പൊക്കോളും. കാരണം ഒരു ഇൻ്റർവ്യൂവർ എന്ന് പറയുമ്പോൾ അവർ നമ്മളൊരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്ര നാൾ നിൽക്കും എന്നുള്ളതും കൂടി അവർ കൺസിഡർ ചെയ്യും. കാരണം അവർ ഈ സെലക്ഷനും കാര്യങ്ങളും ചിലവുകളും എല്ലാം നടത്തി നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത കമ്പനിയിലേക്ക് പോകുമോ ഇല്ലെന്ന് അവർക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ എത്രത്തോളം ഈ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് പോകണം. അപ്പം ചോദിക്കാവുന്ന അല്ലെങ്കിൽ അടുത്ത എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ കൂടിയാണ് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത്. അത് എല്ലായിടത്തും ചോദിക്കും എന്നല്ല, ബട്ട് സ്റ്റിൽ ഒരു 90% ഓർ എബവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു 2-3 സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് പോകുക. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മുടെ നെഗറ്റീവ് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അതിനൊരു സൈഡിലൊരു പോസിറ്റീവ് ഉണ്ടാവണം. അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ കരുതുന്നു എന്നേ അവർക്ക് തോന്നാൻ പാടുള്ളൂ. ലൈക്ക് എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഓക്കെ ഫൈൻ, ഞാനിപ്പം ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. അറ്റ് എ ടൈം എനിക്ക് ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഓവർ ഹാർഡ് വർക്കിംഗ് ആണ്, അതാണ് എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ ആ രീതിയില്ല. അതായത് അവർക്ക് തോന്നാൻ പാടില്ല ഓക്കെ ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവിനെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രസ് ചെയ്ത് കാണിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ഉള്ള കാര്യം ഒരു രീതിയിൽ പോസിറ്റീവുമായിരിക്കണം. അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള വീക്ക് പോയിന്റ്സ് വേണം നമ്മൾ അതാ പറഞ്ഞത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ചെയ്താൽ നമ്മൾ ആലോചിച്ചെടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലത്ത് നമുക്ക് ആലോചിച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ വി ആർ റെഡി ടു ആൻസർ എന്നുള്ള രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം. അപ്പം ഈ കാര്യം കൂടി ശ്രദ്ധിച്ചേക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻലി നമുക്ക് കോമൺലി ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ത്രൂ ഔട്ട് ഇൻ്റർവ്യൂ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കുറേ ആക്ഷൻ കാണിച്ച് അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുക അല്ലെങ്കിൽ ഓവർ ആക്ഷൻസ് കാണിക്കുക, ഇതൊന്നും ഒരു ഇൻ്റർവ്യൂവിന് പറ്റിയ ഒരു ഇതായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പാനലിൽ 2-3 പേരുണ്ടാവാം. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരെ ഒന്ന് വിഷ് ചെയ്യുക. അപ്പോൾ വിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലർക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു 3 പേര് നേരത്തെ നിൽക്കുകയാണെങ്കിൽ 3 പേരുടെ ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 3 പേരുടെയും മുഖത്തേക്ക് നോക്കി ചിരിച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ആ ചെല്ലുമ്പോഴുള്ള നമ്മുടെ ആ ഒരു വിഷ്, നമ്മുടെ സ്മൈൽ, നമ്മളൊട്ടും ടെൻഷനാണെന്ന് ഓഫ്കോഴ്സ് നമ്മൾ ടെൻഷനായിരിക്കും, പക്ഷെ നമ്മൾ ടെൻഷനാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. വളരെ സ്മാർട്ടായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് നമ്മളിരിക്കുക. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെ തന്നെയുള്ള 3 അല്ലെങ്കിൽ 4 പേരായിരിക്കും നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. ഓഫ്കോഴ്സ് അവർ നമുക്ക് ജോലി തരേണ്ട ആളാണ്, ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ അവരുമായിട്ട് വേറെ നമ്മുടെ ബോസ് അല്ല അവർ. അപ്പം നമ്മളെപ്പോലെ തന്നെയുള്ളൊരു 3 പേരാണ്. നമുക്ക് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ആ ഒരു കൺസെപ്റ്റിൽ വേണം നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട്. കാരണം നമുക്ക് ടെൻഷനായി നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ 100% കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു 3 പേർ അല്ലെങ്കിൽ 2 പേരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അവരും മനുഷ്യരാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വളരെ കൂളായ രീതിയിൽ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോഡി ലാംഗ്വേജും വളരെ സ്റ്റഡി ആയിട്ടിരിക്കുക, വളരെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ അവരുടെ കണ്ണിൽ നോക്കി നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ്
മെയിൻലി ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, ഒരു താങ്ക് യു മെയിൽ. ലൈക്ക് നമ്മുടെ ഇൻ്റർവ്യൂ പാനൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവിടെ വെച്ച് തന്നെ നമുക്ക് അവരൊരു മാർക്കിടും. അതായത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി അവർ നോക്കും, നമ്മുടെ സ്മാർട്ട്നെസ് നോക്കും, നമ്മുടെ ആൻസർ ചെയ്യുന്ന രീതികൾ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കോമൺലി ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഏത് പ്രൊഫഷനുമായിട്ടാണോ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ജോലിക്ക് വേണ്ടിയിട്ടാണോ പോകുന്നത്, ഉറപ്പായിട്ടും ആ ഒരു പ്രൊഫഷന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്ന കൂടുതൽ തന്നെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇംപ്രഷനാണ് ഈ താങ്ക് യു മെയിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞിട്ട് അവർക്കൊരു താങ്ക് യു മെയിൽ അയക്കുക. നിങ്ങളെനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് നന്ദി, ഇന്ന് നിങ്ങളെനിക്ക് വേണ്ടി ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം മാറ്റി വെച്ചു, പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഇത്രയും സമയം മാറ്റി വെച്ചിട്ട് എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ലൊരു ദിവസമാക്കി തന്നതിന് ഒത്തിരി നന്ദി. ലുക്കിംഗ് ഫോർവേഡ്, എന്താ പറയുക, ഞാൻ മുമ്പോട്ട് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് റെസ്പോൺസ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു താങ്ക് യു മെയിൽ അയക്കാൻ മറന്നു പോവാതിരിക്കുക. അതായത് അവർക്ക് എത്ര കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലും അത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഇംപ്രഷനാണ്, നമ്മുടെ സൈഡിൽ നിന്നും ലാസ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഇംപ്രഷൻ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 100 പേര് കൊടുത്തതിനകത്ത് ഒരു 2-3 പേര് ആ താങ്ക് യു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതും അവർക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആണ്, നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായി വരത്തില്ല. സോ ജസ്റ്റ് ഒരു താങ്ക് യു മെയിലും കൂടെ അയക്കുന്ന കാര്യത്തിൽ മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയും. സോ സംഹൗ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻ്റർവ്യൂസ് ഒരിക്കലും നമുക്കൊരു നിസ്സാരമായിട്ടും കാണാൻ പാടില്ല, ഇത് വലിയ സംഭവമായിട്ടും കാണാൻ പാടില്ല. ലൈക്ക് ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓഫ് കോഴ്സ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഒത്തിരി അത് ഭയങ്കര സീരിയസ് ആയ രീതിയിൽ എടുക്കുമ്പോൾ നമ്മളും സീരിയസ് ആയി പോകും. നമ്മൾ സീരിയസ് ആയി പോകുമ്പോൾ നമുക്കതിനെ അത്ര ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കതിനെ അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ടും കാണാൻ പാടില്ല, വളരെ സീരിയസ് ആയിട്ടും കാണാൻ പാടില്ല. വളരെ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാണ്ട് പോകും. പറഞ്ഞതുപോലെ ഒരു 100 പേരിൽ ഒരാളായി നമ്മൾ സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഓർത്തേക്ക് ഇപ്പോൾ ഏത് കോഴ്സ് പഠിച്ചവരാണെങ്കിൽ 2 അല്ലെങ്കിൽ 3, 4 വർഷം പഠിച്ചിട്ട് ആ ഒരു 4 വർഷം പഠിച്ചതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു 15 മിനിറ്റ്സ് ഇൻ്റർവ്യൂവിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു 15 മിനിറ്റ്സ് ആണ് എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് നടത്തിയിട്ട് നമ്മളോട് ഇതുപോലെ കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയാൻ റെഡി ആയിട്ട്, അതുപോലെ വളരെ സ്മാർട്ടായിട്ട് സ്ട്രെസ് ഇല്ലാതെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ലൈക്ക് ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഇൻ്റർവ്യൂ അനുഭവമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഇഫ് എനി ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിലൂടെയും ചോദിക്കാം, അതുപോലെ പറയുന്നതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ചോദിക്കാം. പറഞ്ഞതുപോലെ ഒത്തിരി ഹാപ്പിയാണ് നിങ്ങളുടെ ഓരോ റെസ്പോൺസ് കാണുമ്പോൾ. പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോസ് ഒത്തിരി യൂസ്ഫുൾ ആയി, നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒത്തിരി നല്ല രീതിയിലുള്ള എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. സത്യം ഒരുപാട് സന്തോഷം, ഒത്തിരി നന്ദി അതിനൊക്കെ. ലൈക്ക് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ സമയമെടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് ഹാപ്പി ആവാറുണ്ട്. കാരണം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഇടുന്നൊരു എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൂടുതൽ ഞാൻ റെസ്പോൺസീവ് ആവണം എന്നുള്ളത്. കാരണം ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുവാനും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടും. അപ്പം തുടർന്നും നിങ്ങളുടെ ഈ സഹായവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.